ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു സംഭവകഥയാണ് പറയുന്നത്. സംഭവകഥ എന്ന് പറഞ്ഞാൽ മുതുകാട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം, ഭിന്നശേഷിക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കൾ ഒക്കെയാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം. അതൊരു പരിധിവരെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ചും അവരുടെ മാതാപിതാക്കളെക്കുറിച്ചും അവർക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ പൊതുമധ്യത്തിൽ സാധാരണ ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടാക്കാൻ ഉപകരിച്ചിട്ടുണ്ട്. പല ആളുകൾക്കും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ചോ അവരുടെ മാതാപിതാക്കളെക്കുറിച്ചോ അവർ അനുഭവിക്കുന്ന വിഷമങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതൊക്കെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ചർച്ചകളും വീഡിയോസും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനോട് ബന്ധപ്പെടുത്തി ഞാനൊരു കഥ പറയാം. എനിക്ക് അറിവുള്ളൊരു കഥയാണ്. സംഭവകഥ നടന്നു തന്നെയാണ്. അതായത് 19 വയസ്സുള്ളൊരു പെൺകുട്ടി. ആ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഒരു ഗ്രാമത്തിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് ടൗണിലേക്ക് വരികയാണ്, പട്ടണത്തിലേക്ക് വരികയാണ്. അവിടെ വലിയൊരു വീട്, വലുതെന്ന് പറഞ്ഞാൽ അവളുടെ സങ്കല്പത്തിന് അപ്പുറത്തേക്ക് വലിയൊരു വീട്. ആ വലിയ വീട്ടിൽ ഒരമ്മയും മകനും ഈ ഭർത്താവും മാത്രം, അവരുടെ ഭർത്താവ് മാത്രമാണ്. ഈ അമ്മ സുഖമില്ലാത്ത ആളാണ്, വയസ്സായ ആളാണ്. വയസ്സായി സ്വന്തം കാര്യങ്ങളൊക്കെ കഷ്ടിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. അനിയൻ എന്ന് പറഞ്ഞാൽ മെൻ്റലി റിട്ടാർഡായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ആകെ ഒരു അങ്കലാപ്പും വെപ്രാളും ഒക്കെ തോട് കൂടിയിട്ടാണല്ലോ നമ്മളെല്ലാവരും കല്യാണം കഴിച്ച സ്ത്രീകളൊക്കെ അങ്ങനെയാണല്ലോ ചെന്ന് കയറുക. അങ്ങനെയാണ് ആ പെൺകുട്ടി ആ വീട്ടിലേക്ക് ചെന്ന് കയറുന്നത്. അവിടെ ചെന്ന് കയറിയ ശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ വീട്ടിൽ അങ്ങനെ കഴിഞ്ഞു പോരുന്നതിനിടയ്ക്ക് ഈ അമ്മയ്ക്ക് എന്ത് ഭക്ഷണം കൊടുത്താലും ഈ അമ്മ അതിൻ്റെ പകുതി കഴിച്ചിട്ട് പകുതി മകന് കൊടുക്കും. എന്ത് ഭക്ഷണം കഴിക്കാൻ കൊടുത്താലും കുടിക്കാൻ കൊടുത്താലും എന്തൊരു സ്പെഷ്യൽ സാധനം കൊടുത്താലും 2 ബിസ്ക്കറ്റ് കൊടുത്താലും അതിൽ 1 ബിസ്ക്കറ്റ് കഴിച്ചിട്ട് ഒരെണ്ണം അമ്മയ്ക്ക് കൊടുക്കും. എന്നാൽ ഈ മകന് ഇതെല്ലാം നേരത്തെ കൊടുത്തതായിരിക്കും. 2 പേർക്കും ഒരേപോലെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അമ്മ വയസ്സായതുകൊണ്ടും അസുഖം ഉള്ള ആളായതുകൊണ്ടും വളരെ സാവകാശം കഴിക്കാൻ കഴിയും. പിന്നെ ഡൈനിങ് ഏരിയയിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല. ഇരിക്കുന്നിടത്ത് കൊണ്ട് ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ ബെഡ്റൂമിൽ കൊണ്ട് കൊടുക്കണം. അവിടെ ഇരുന്ന് കാലിൽ നീട്ടിയിരുന്ന് കഴിക്കുകയാണ് സാധാരണ പതിവ്. അതുകൊണ്ട് തന്നെ ഈ മകൻ ഡൈനിങ് റൂമിൽ ചെന്നിരുന്ന് ഭക്ഷണം കഴിച്ച് കൈയൊക്കെ കഴുകി വന്ന് ഈ അമ്മയുടെ അടുത്ത് വന്നിരിക്കും. ഈ അമ്മ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അടുത്ത് വന്നിരിക്കും. ഇരിക്കുമ്പോൾ അമ്മ എന്ത് ചെയ്യും? പകുതി കഴിക്കും. പകുതി കഴിച്ചിട്ട് ബാക്കി പകുതി ഈ മകന് കൊടുക്കും. അത് എന്ത് സാധനമായാലും ബാക്കി പകുതി ഈ മകന് കൊടുക്കും. അത് കുടിക്കാൻ കൊടുക്കുന്ന സാധനങ്ങളായാലും അങ്ങനെ തന്നെയാണ്. പകുതി കുടിക്കും, പകുതി ഈ മകന് കൊടുക്കും. അപ്പോൾ കുറേ നാളായപ്പോൾ ഈ മരുമകൾക്ക് ദേഷ്യം വന്നു തുടങ്ങി. അപ്പം മരുമകൾ പറയണ, എന്താ അമ്മ ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഞാൻ നിങ്ങൾക്ക് 2 പേർക്ക് ഒരുപോലെ ഭക്ഷണം തന്ന അവൻ വേഗം കഴിച്ചു കഴിഞ്ഞ് അവിടെ വന്നിരുന്നിട്ട് പിന്നെ അമ്മയുടെ പങ്കും കൂടി കൊടുക്കുന്നത് ശരിയല്ല. വേറെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്താ ചിന്തിക്കുക? ഞാൻ ഭക്ഷണം കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അമ്മ കൊടുക്കുന്നതെന്നല്ലേ കരുതുക. അമ്മ മരുന്നൊക്കെ കഴിക്കുന്ന ആളല്ലേ, അപ്പോൾ അമ്മയ്ക്ക് തരുന്ന ഭക്ഷണം അമ്മ ഫുള്ള് കഴിക്കേണ്ടതല്ലേ, എന്തിനാണ് ഇങ്ങനെ പകുതി കൊടുക്കുന്നതായിരിക്കും? അമ്മ ഒരിക്കൽ പോലും അതിന് മറുപടി പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ കൊടുക്കുന്നത്, എനിക്ക് വേണ്ടാഞ്ഞിട്ടാണെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ന്യായീകരണമോ അതിന് പറഞ്ഞിട്ടില്ല. മിണ്ടാതെ ഇരുന്ന് കേൾക്കും. എന്നിട്ട് ദിവസവും ഇത് ആവർത്തിക്കും. ഈ പ്രവൃത്തി അത് എന്നും ആവർത്തിക്കും. എത്ര ബഹളം ഉണ്ടാക്കിയാലും വഴക്കിട്ടാലും ദേഷ്യപ്പെട്ടാലും ഈ തുടർന്നുകൊണ്ട് പോരും ഈ സംഗതി. എന്ത് കൊടുത്താലും, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും പകുതി ആ മകന് കൊടുക്കുക എന്നുള്ളത് അത് തുടർന്നുകൊണ്ട് പോകും. അതുകൊണ്ട് തന്നെ അത് കുറേ കാലം അങ്ങനെ നീണ്ടുപോയി. കുറേ കാലം കഴിഞ്ഞു. മരുമകൾക്ക് കുട്ടിയായി. ആ കുട്ടീനെ നോക്കും, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കും, അമ്മയുടെ കാര്യങ്ങൾ നോക്കും, അനിയൻ്റെ കാര്യങ്ങൾ നോക്കും. അങ്ങനെ തുടർന്നു പോയി. കാരണം അത് യൂഷ്വലായ ആ ഒരു സംഭവം ഇതിങ്ങനെ നമ്മുടെ കണ്ണിന് മുമ്പിൽ അവരുടെ കാഴ്ചയുടെ മുന്നിൽ കണ്ട് ഇതായിപ്പോയി. അപ്പോൾ അതങ്ങനെ തുടർന്നു പോയി. കുറേ കാലം കഴിഞ്ഞു. കുറേ കാലം കഴിഞ്ഞിട്ട് ഈ അമ്മ കിടപ്പിലായിപ്പോയി. കിടപ്പിലായിപ്പോയപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ നോക്കണം. വാട്ടർ ബെഡിലായിപ്പോയി. കിടപ്പിലായി. അതിൻ്റെ കൂട്ടത്തിൽ വാട്ടർ ബെഡിൽ കിടക്കേണ്ട ഒരു അവസ്ഥ, അതായത് ദേഹം മുഴുവൻ ബെഡ് സോറൊക്കെ വന്ന് ആകെ വാട്ടർ ബെഡിൽ കിടക്കേണ്ട ഒരു അവസ്ഥയിലൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ ഈ അമ്മയുടെ കാര്യങ്ങളും ഈ അനിയൻ്റെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും ഒക്കെ നോക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ അമ്മ വാട്ടർ ബെഡിൽ കിടക്കുമ്പോഴും ഈ മരുമകളോടും അമ്മയെ കാണാൻ വരുന്ന ആളുകളോടും ആര് വന്നാലും, ഇപ്പോൾ അയൽക്കാരൊക്കെ പോയാലും, നമ്മൾ അയൽക്കാരൊക്കെ പോയാലും ശരി, അതുപോലെ മറ്റുള്ള ആൾക്കാർ ചെന്നാലും ശരി, ബന്ധുക്കൾ ചെന്നാലും മക്കൾ ചെന്നാലും ഒക്കെ സ്വാഭാവികമായിട്ട് ഈ അമ്മ പറയുന്നത്, അവിടെ ഒരു ഡോക്ടറുണ്ട്, നല്ല ഡോക്ടറാണെന്ന് കേട്ടിട്ടുണ്ട്, അവിടെ കൊണ്ടുപോയി എന്നെ ഒന്ന് ചികിത്സിച്ചാൽ ഞാൻ എഴുന്നേറ്റ് നടക്കും, അതുകൊണ്ട് തന്നെ അവിടെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യണം, എന്നെ ഇവിടെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യണം. ആരെ കണ്ടാലും ഇത് തന്നെയാണ് പറയുക.
നല്ല ട്രീറ്റ്മെൻറ്റാണ്, അവിടെ കൊണ്ടുപോകണം. അപ്പോൾ ഈ കൊണ്ടുപോകാത്തവരോടൊക്കെ ദേഷ്യവും വൈരാഗ്യമൊക്കെയാണ്. മക്കളോടൊക്കെ അത് പറയുമ്പോൾ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യണല്ലോ എന്നുള്ള ദേഷ്യവും ഒക്കെയാണ് വരുന്നത്. കണ്ടോ, ഞാനത് പറഞ്ഞിട്ട് കേട്ടില്ല, അവിടെ കൊണ്ടുപോയാൽ ഞാൻ എഴുന്നേറ്റ് നടക്കുമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന മരുമോള് പറയും, എന്തിനാണ് ഇങ്ങനെ അമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വയസ്സായി, സ്വന്തം കാര്യം നോക്കാനൊന്നും കഴിയുന്നില്ല, ഒന്ന് തിരിഞ്ഞു കിടക്കണമെങ്കിൽ പോലും ഒരാളുടെ ഹെൽപ്പ് വേണം. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നേരാവണ്ണം വസ്ത്രം ഇടാൻ കഴിയുന്നില്ല, കാരണം ഈ ബെഡ്സോറൊക്കെ ഉള്ളതുകൊണ്ട് പുതപ്പിച്ച് കിടത്തുകയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിൽ എല്ലാവരും എന്താ പറയുക, ഇനി എന്നെ കൂടുതൽ ഇട്ട് കഷ്ടപ്പെടുത്താതെ ഭഗവാനെ എന്നെ അങ്ങ് വിളിക്കണേന്നല്ലേ പ്രാർത്ഥിക്കുക. രാമനാമം ജപിച്ചിട്ട് സ്വസ്ഥമായിട്ട് മരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവണേ, എന്നെ ഇനി കൂടുതൽ കഷ്ടപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതിന് പകരം അവിടെ ഡോക്ടറുണ്ട്, ഇവിടെ ഡോക്ടറുണ്ട്, ഞാൻ അങ്ങനെ രക്ഷപ്പെടും, ഇങ്ങനെ രക്ഷപ്പെടും, ആ മരുന്ന് കഴിച്ചാൽ ഞാൻ എഴുന്നേറ്റ് നടക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ശരിയാണോ? അതല്ലല്ലോ വേണ്ടത് എന്നിങ്ങനെ പറയും. അപ്പോഴും അതിനും ആ അമ്മ മറുപടി പറയില്ല. ഇതെല്ലാം കേൾക്കും. പക്ഷേ കുറേ നാൾ കഴിഞ്ഞു അമ്മ മരിച്ചു. അമ്മ മരിച്ചു കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് ഈ മരുമകൾക്ക് വീണ്ടും ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനൊരു 3-4 വയസ്സായപ്പോൾ കുഞ്ഞിനെന്തോ കുഴപ്പമുണ്ടെന്ന് തിരിച്ചറിയുകയും കുഞ്ഞിനെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുകയും അപ്പോൾ കുഞ്ഞിന് ശരിയാണ് ഓട്ടിസ്റ്റിക് ആണെന്ന് മനസ്സിലാവുകയും അന്ന് മുതൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോഴും ഈ മരുമകൾക്ക് എന്താണ് നിലവിലുള്ള അവസ്ഥ, അമ്മായിയമ്മയുടെ മാനസികാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാൻ അപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞു ആ സ്വാഭാവികം അങ്ങനെ വന്നു. അതിന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുക എന്നുള്ളൊരു ഇതല്ലാതെ അതിൻ്റെ ആഴം എത്രയാണ്, തനിക്ക് വന്നുപെട്ടിരിക്കുന്ന ഒരു അപകടാവസ്ഥ എന്താണ്, അതിൻ്റെ ആഴം എത്രയാണെന്ന് തിരിച്ചറിയാൻ അപ്പോഴും ആ മരുമകൾക്ക് കഴിഞ്ഞിട്ടില്ല. അത് കുറേ നാൾ തുടർന്നു പോയി. 8-10 വയസ്സ് കഴിഞ്ഞു, 10-12 വയസ്സ് കഴിഞ്ഞു കുട്ടിക്ക്. അത് കഴിഞ്ഞ് ഈ കൊച്ചു അസുഖങ്ങളൊക്കെ പ്രായമായി തുടങ്ങുകയാണല്ലോ. പ്രായമായി തുടങ്ങുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ അസുഖങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് സത്യാവസ്ഥ പുറത്തു വരുന്നത്. കാരണം അപ്പോൾ ഭയം വന്നു തുടങ്ങി. സ്വാഭാവികമായിട്ടും ഈ മരുമകൾക്ക് ഭയം വന്നു തുടങ്ങി. എന്താണ്? മരിക്കാൻ പേടി, അസുഖം വന്നാൽ പേടി. അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോയി കിടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആകെ അവതാളത്തിലാവും. കുഞ്ഞിൻ്റെ കാര്യങ്ങൾ, ബാക്കി എല്ലാ കാര്യങ്ങളും അവതാളത്തിലാവും. ഈ കുഞ്ഞിനെ നോക്കാൻ ഒരാളില്ല. അങ്ങനെയൊക്കെ ഒരു മാനസികാവസ്ഥയിൽ വന്നപ്പോൾ അസുഖങ്ങളെ പേടി, മരണത്തിനെ പേടിയായി തുടങ്ങി. അപ്പോൾ മനസ്സിലായി ഈ അമ്മായിയമ്മ അനുഭവിച്ചു കൊണ്ടിരുന്നത് എന്താണ്, ഇത്രയും കാലം അമ്മായിയമ്മ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, എന്തുകൊണ്ടാണ് വയസ്സായിട്ട് ആ കിടപ്പിൽ പോലും അമ്മയ്ക്ക് മരിക്കാനുള്ള ഭയം ഉണ്ടായത് എന്ന് ആ മരുമകൾ തിരിച്ചറിഞ്ഞു. എന്താണ് ആ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നത്? കാരണം ഒരാൾ പറയാതെ തന്നെ തിരിച്ചറിയാനുള്ള ഒരു അവസരമാണിത്. നമുക്കറിയാം, പലർക്കും സഹതാപം ഉണ്ടാവും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ, അല്ലേ? അയ്യോ പാവം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അയ്യോ എന്താ കഷ്ടമല്ലേ, അങ്ങനെ എന്നൊക്കെ പറയാൻ കഴിയും. പക്ഷേ ഒരാൾ അനുഭവിക്കുമ്പോഴേ അതിൻ്റെ ആഴം എത്രയാണെന്ന് മനസ്സിലാവുള്ളൂ. അനുഭവിക്കാതെ ഒരു കാര്യവും നമുക്ക് മനസ്സിലാവില്ല. സഹതപിക്കാൻ കഴിയും, പരിതപിക്കാൻ കഴിയും, പക്ഷേ അതിൻ്റെ ആഴം എത്രയാണെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അത് അനുഭവിക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിൻ്റെ ആഴം എത്രയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മുമ്പ് സംവിധായകൻ സിദ്ദിഖ് പറഞ്ഞതായിട്ട് വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? മരിക്കാൻ പോലും ഭയമാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ. തങ്ങളുടെ കാലശേഷം അവർക്ക് കൂടപ്പിറപ്പുകളുണ്ട്, ഇഷ്ടം പോലെ പണമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ അമ്മയ്ക്കും അച്ഛനും ഉണ്ടാകുന്ന ഒരു വികാരം ഈ കുഞ്ഞുങ്ങളോട് സ്വന്തം കൂടപ്പിറപ്പുകൾക്ക് പോലും ഉണ്ടാവില്ല. അതിനെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം അവർക്ക് അതിനെക്കുറിച്ച് ആഴത്തിൽ അറിയില്ല. സഹതാപം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും. അയ്യോ എൻ്റെ കൂടപ്പിറപ്പ് എന്നുള്ളൊരു സഹതാപവും സ്നേഹം ഉണ്ടാവും. പക്ഷേ അവരനുഭവിക്കുന്നത് അവർക്ക് ഇനി നാളെ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് ആകുലതപ്പെടുക, ആഴത്തിൽ ചിന്തിക്കുകയും ചെയ്യേണ്ട അവസ്ഥ സ്വന്തം കൂടപ്പിറപ്പുകൾക്ക് പോലും ഇല്ല, അവർക്ക് ഉണ്ടാവുകയില്ല. ആ ഭയം തന്നെയാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ഓരോ മാതാപിതാക്കൾക്കും മരിക്കാൻ ഭയം, അസുഖം വരുമ്പോൾ ഭയം എന്നൊക്കെ പറയുന്നില്ലേ, അതിൻ്റെ യഥാർത്ഥ അവസ്ഥ ഇതാണ്. കാരണം 4 ദിവസം ഇവർ എന്തെങ്കിലും അസുഖം വന്ന് ഹോസ്പിറ്റലിലായി കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ആളില്ല, കൊണ്ടു നിർത്താൻ വിശ്വസിച്ച് എവിടെ കൊണ്ടു ചെന്ന് നിർത്തും? ഒന്ന് ആലോചിച്ച് നോക്കൂ. വിശ്വസിച്ച് ഏത് സ്ഥലത്ത് 4 ദിവസത്തിൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടു നിർത്തും? ഒരിക്കലും കഴിയില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസിലൂടെ ഇങ്ങനത്തെ പാരൻസ് കടന്നു പോകുന്നുണ്ട്. അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. അത് പല മാതാപിതാക്കളും പറഞ്ഞു, പല വീഡിയോകളിലും ചർച്ച ചെയ്യപ്പെട്ടു. പലരും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സജസ്റ്റ് ചെയ്യാൻ മുതുകാടിൻ്റെ സെൻറ്റർ ഉണ്ട്, കൊണ്ടാക്കിക്കൂടെയെന്ന്. അതേ അനുഭവം ഈ നേരത്തെ പറഞ്ഞ മരുമകൾക്കും ഉണ്ടായിട്ടുണ്ട്. അതും സ്വന്തം ബന്ധുക്കളിൽ നിന്ന്, പ്രത്യേകിച്ച് ഡോക്ടറായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന്. ആ സ്ത്രീ കുറച്ച് നാൾ കിടപ്പിലായ സമയത്ത്, സുഖമില്ലാതെ ഹോസ്പിറ്റലായ സമയത്ത് ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ ആളില്ല എന്ന് വിളിക്കുമ്പോൾ പരാതി പറഞ്ഞതിൻ്റെ പേരിൽ കുഞ്ഞിനെ നോക്കാൻ ആളില്ല,
എന്ത് ചെയ്യും ആകുലതപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ മറുപടി, മുതുകാട് ഇങ്ങനെ തിരുവനന്തപുരത്ത് ഒരു സെൻറ്റർ നടത്തുന്നുണ്ട്, അവിടെ കൊണ്ടാക്കിക്കൂടെ എന്ന് എടുത്തടിച്ച പോലെ പറഞ്ഞു. അവർക്ക് ആ സ്ഥാപനത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളതാണ്. അപ്പം എല്ലാവരുടെയും വിചാരം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് തള്ളിക്കോളൂ എന്നുള്ളൊരു ലൈനിലാണ് പലരും സംസാരിക്കുന്നത്. അപ്പോൾ അവനവൻ്റെ കുഞ്ഞുങ്ങളെ എത്ര കഷ്ടപ്പാടാണെങ്കിലും ഒരാളും എവിടെയും കൊണ്ടുവന്ന് തള്ളില്ല, ചേർത്ത് പിടിക്കാനേ നോക്കുള്ളൂ, കൂടെ കൊണ്ട് നടക്കാനേ ശ്രമിക്കുള്ളൂ. അതൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല. സ്വന്തം കുഞ്ഞാണെങ്കിൽ അവരങ്ങനെ പറയില്ല. അതൊക്കെ എത്രമാത്രം ആഴത്തിലാണ് ആ അമ്മയുടെ ഹൃദയത്തിൽ പതിച്ചിട്ടുണ്ടാവുമെന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കില്ല. അതുപോലെ തന്നെ ഈ നോക്കുന്ന മരുമകളെ നോക്കുന്ന അനിയൻ, ആ അനിയനെ മരുമകൾ നോക്കുന്നു. അതൊരു കടമ പോലെ, മരുമകളുടെ കടമ പോലെയാണ് മറ്റുള്ളവരെടുക്കുന്നത്. വന്നു കയറിയ ആളല്ലേ അവർ നോക്കട്ടെ എന്നുള്ളത്. അവരുടെ മനസ്സിലെ നന്മയും സ്നേഹവും അവരുടെ ഇല്ലായ്മയും അവരുടെ ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് അവരെ അതിനെ പ്രേരിപ്പിക്കുന്നത്. അപ്പം ആ ഒരു ഘട്ടത്തിൽ അവരത് തുടർന്നു പോകുമ്പോൾ അവർക്ക് 4 ദിവസം സുഖമില്ലാതെ ആയ ഈ കൂടപ്പിറപ്പുകൾ, എല്ലാ സൗകര്യങ്ങളിലും കഴിയുന്ന കൂടപ്പിറപ്പുകൾ 4 ദിവസം തങ്ങളുടെ സഹോദരനെ ഞങ്ങളൊന്ന് കൊണ്ടു നോക്കാം, അവർക്കൊരു സഹായം ആയിക്കോട്ടെ, 4 ദിവസം ഇവർക്ക് അസുഖം മാറി ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുന്നത് വരെ ഞങ്ങൾ കൊണ്ടുപോയി നോക്കാമെന്ന് ഒരു കൂടപ്പിറപ്പും ചിന്തിക്കില്ല. അത് നിങ്ങൾ ഏറ്റെടുത്ത നിങ്ങളുടെ ബാധ്യതയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കൊള്ളാം, അതിൽ നിങ്ങൾ ചത്തുപോയാലും ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല. അതിന് ഇഷ്ടം പോലെ അനാഥാലയങ്ങളുണ്ടല്ലോ, അവിടെ കൊണ്ടാക്കിക്കോളൂ, എന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്ന ബന്ധുക്കളും സ്വന്തക്കാരും കൂടപ്പുറപ്പുകളും ഉള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ ഇതൊന്നും അറിയാതെ താനൊരു സ്ഥാപനം നടത്തിയിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ഫണ്ട് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി പല മാനസിക സംഘർഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരവസ്ഥയിൽ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചതായിട്ട്. എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞുണ്ടായിട്ടല്ല ഞാൻ ഈ സംരംഭത്തിൽ ഇറങ്ങി പുറപ്പെട്ടതെന്ന്. അപ്പോൾ നമ്മൾ അനാഥരായതുകൊണ്ടാണോ അനാഥാലയം നടത്താൻ ഇറങ്ങി പുറപ്പെടുന്നത്? അല്ലല്ലോ. എല്ലാവരും അനാഥാലയം നടത്തിപ്പുകാരെല്ലാവരും അനാഥരല്ലല്ലോ. അതേപോലെ വൃദ്ധസദനം നടത്തുന്ന എല്ലാവരും വൃദ്ധന്മാരായിട്ടാണോ വൃദ്ധസദനം നടത്തുന്നത്? നിരാലംബരെയും അഗതികളെയും ഒക്കെ സംരക്ഷിക്കുന്നത് അവരൊക്കെ നിരാലംബരും അഗതികളും ആയതുകൊണ്ടാണോ? അല്ല. അതൊക്കെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന നിലയ്ക്കാണ് പല സ്ഥാപനങ്ങളും നടത്തുന്നത്, അല്ലേ? ഇങ്ങനെയുള്ള ആളുകൾക്ക് താങ്ങും തണലുമായിട്ട് ഒരു സ്ഥാപനം എന്നുള്ള ഒരു കൺസെപ്റ്റിന്റെ പുറത്താണ് എല്ലാവരും ചെയ്യുന്നത്. അല്ലാതെ തങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടല്ല ആരും ഒരു സ്ഥാപനവും നടത്തുന്നത്. അതൊന്നും പറയില്ലേ. അപ്പൊ ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നതിന്റെ പുറകിലുള്ള വികാരം ഇതാണ്. ആ മരുമകൾക്ക് ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന മാനസികാവസ്ഥ എന്താണോ അതാണ് മുതുകാടിന്റെ അവസ്ഥ എന്നാണ് എനിക്ക് തോന്നിയത്. ആ ഒരു മാനസികാവസ്ഥയിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. കാരണം അദ്ദേഹം ആ ഒരു വേദന എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതാണ് അത് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചത്. എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നില്ല, ഉണ്ടാവണം എന്ന് ഞാൻ പറയില്ല. പക്ഷേ അതില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അങ്ങനത്തെ ഒരു വാക്ക്. ഇനിയെങ്കിലും അത് തിരുത്തണം എന്നുള്ളതാണ് പറയുന്നത്. കാരണം അത് ഒരു വലിയ മൂർച്ചയെ ഒരു കത്തി കുത്തി ഇറക്കുന്നതിനേക്കാൾ വേദന ഉണ്ടാക്കുന്ന ഒരു വാക്കാണ്. പല പാരൻസിനും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിലുള്ള മാതാപിതാക്കൾക്ക് അത് അങ്ങനെ ഒരു അനുഭവമാണ്. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ ആ വാക്കുകൾ തിരുത്തി സമൂഹത്തോട് ഞാൻ എൻ്റെ ഇതുകൊണ്ട് പറഞ്ഞു പോയതാണെന്ന് പറയാനുള്ളൊരു ഇത് കാണിച്ചാൽ ഈ പറഞ്ഞ പാരൻസ് എല്ലാവരും തന്നെ ക്ഷമിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും എല്ലാം തികഞ്ഞ ആളുകളല്ല, അബദ്ധങ്ങളൊക്കെ എല്ലാവർക്കും സംഭവിക്കും. അത് തന്നെയാണ് ഈ പ്രശ്നം ഇത്രയും വലുതാക്കാനുള്ള കാരണവും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു മകനോ മകളോ ഇനി ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ളൊരു വേദന, ഇങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ഒരു മാതാപിതാക്കൾക്കും ഉണ്ടാവാതിരിക്കട്ടെ. നല്ല സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ, ഒരു കുഴപ്പമില്ലാത്ത നല്ല ചുണക്കുട്ടന്മാരായിട്ടുള്ള കുഞ്ഞുങ്ങളോടൊപ്പം ജീവിക്കാൻ അവർക്ക് അനുഗ്രഹിക്കട്ടെ ദൈവം എന്നേ പ്രാർത്ഥിക്കാനുള്ളൂ. കാരണം ഇങ്ങനെ ഒരവസ്ഥയിലൂടെ ആരും കടന്നു പോകരുതെന്ന് ഓരോ അമ്മ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ, അവർക്ക് അങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ഇത് ഇപ്പോൾ കുറേ ആയിട്ട് ഒരു മാസമായിട്ട് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ അച്ഛന്മാരുടെ സങ്കടങ്ങളും വേദനകളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകളും ചിന്തിക്കുന്നത് എന്തായിരിക്കും? തങ്ങൾക്ക് ഇങ്ങനൊരു ഗതി ഉണ്ടാവാതിരിക്കട്ടെ എന്നല്ലേ ഓരോ നിമിഷവും പ്രാർത്ഥിക്കുക. അത് തന്നെയായിരിക്കും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ മനസ്സിലെ പ്രാർത്ഥന. ഞങ്ങൾക്കോ ഇങ്ങനെയൊക്കെ വന്നുപെട്ടു, ഇനി ഒരാൾ പോലും ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തിപ്പെടാതിരിക്കട്ടെ എന്നാണ് അധികം പേരും ചിന്തിക്കുക. ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു കഥ കേട്ടതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓരോ മനുഷ്യനും മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, അല്ലേ? മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതിനുവേണ്ടി പറഞ്ഞതാണ്.